നല്ല കിടിലൻ കിടക്കാച്ചി കോഴിക്കുഞ്ഞു മക്കളെ. പാവം കുഞ്ഞ് ഇരിക്കണ ഇരിപ്പ് കണ്ട. ഇത് കണ്ടാ മക്കളെ, ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണണ ഈ കാസർഗോഡ് തന്നെ വന്നോട്ടാ. നല്ല അടിപൊളി ഒരു തറവാട് മക്കളെ. ആഹാ, അവിടെയാണ് കോളേജേട്ട വർക്കിന് പോയേക്കണത്. തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് തറവാട്. പണ്ടത്തെ വീട് അങ്ങനെ സ്വന്തം കുഞ്ഞുമക്കളെ. അപ്പോൾ കോൾബിൻ ചേട്ടൻ വർക്കിന് വന്നേക്കണ സൈറ്റ് മക്കളെ വേറെ ലെവൽ സൈറ്റ്. എൻ്റെ മക്കളെ കാണിച്ചു തരാം. എൻ്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചാ? എൻ്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് കേട്ടാൽ സന്തോഷം കേട്ടാ. ഇതേപോലെയുള്ള സൈറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ വർക്ക് ചെയ്യാൻ വേറെ ലെവല് മൂടാണ്, അമ്മാതിരി മൂടാണ്. അപ്പോൾ ഈ വീട്ടിൽ ഒരു ബാത്റൂം കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലംബിങ് വർക്കിന് വന്നതാണ് കേട്ടോ. ഇത് കണ്ടാ മക്കളെ, പണ്ടത്തെ അമ്മിക്കല്ല്. എൻ്റെ മക്കളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് ആട്ടുകല്ലാണ് അമ്മിക്കലാണുള്ളത്. ഇതിങ്ങനെ അരച്ചരച്ച് കോൾബിൻ ചേട്ടൻ്റെ വീട്ടിൽ പണ്ട് അതാണ് ഉണ്ടായത്. ഇത് കണ്ട മക്കളെ, ഇത് നമ്മുടെ ബൾബാണ്, പണ്ടത്തെ മഞ്ഞ ബൾബ്. കരണ്ട് ബില്ല് അടിച്ച് കയറുന്ന ബൾബാണ്. ഈ വീട്ടിൽ ഇപ്പോഴും ഈ ബൾബൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എന്താണെന്ന് കോൾബിൻ ചേട്ടന് മനസ്സിലായില്ല മക്കളെ. മുളച്ച ചേനയാണെന്ന് തോന്നണം ഇതിനകത്തിട്ട് വെച്ചേക്കണത്. ഇത് വടംപുളി കേട്ടാ. എൻ്റെ മക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് കണ്ടിട്ടുണ്ടാവും, മക്കളുടെയൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ടാവും. നല്ല അടിപൊളി സാധനമാണ് ഇത്. പച്ച കറിയിലിട്ട് കഴിഞ്ഞാൽ മാങ്ങയിട്ട് കറി വെക്കൂലേ, അതിനേക്കാളും ടേസ്റ്റാണ് പച്ച കറിയിലിട്ട് കഴിഞ്ഞാൽ. പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വേറെ ലെവല് പുളി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുരു എൻ്റെ മക്കളെ തേൻ പോലെ ഇരിക്കും. എൻ്റെ മക്കൾ കഴിച്ചിട്ടുണ്ട് അത് പഴുത്ത് കഴിയുമ്പോൾ. വേറെ ലെവല് ടേസ്റ്റാണ്, അടിപൊളിയാണ്. പിന്നെ ഇവിടത്തേക്ക് കിണറൊക്കെ കണ്ടിട്ടുണ്ടാവും മക്കളെ. കിണറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തേച്ച് അടിപൊളി ക്ലീൻ ആക്കിയതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങണവൻ ജീവൻ പണയം വെച്ച് ഇറങ്ങേണ്ടി വരും. ഫുള്ളൊക്കെ മൊത്തം ഇടിഞ്ഞ് വീണ് കിടക്കണേണ്. തൊരങ്കം പോലെയാണ് ഇരിക്കണത് ആ കിണർ. പക്ഷെ നല്ല രസമുണ്ടായി. പക്ഷെ ഇവിടത്തേക്ക് വെള്ളം കുടിക്കണം മക്കളെ, നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. ബോർവില്ലി വെള്ളമല്ല, കിണറ്റിൽ നിന്ന് കോരിയെടുക്കണം. നല്ല തണുത്ത കൂളിംഗ് ഉള്ള വെള്ളമാണ് മക്കളെ. സൂപ്പർ കിടിലൻ കിട്ടുകാച്ചി. പിന്നെ ഇവർക്ക് ചെറിയൊരു ഫാം ഉണ്ട് മക്കളെ. അതേ ഇത് കണ്ട, ഇവിടെ ചെറിയ കുഞ്ഞു കോഴികളെ കഴിക്കണ വെള്ളക്കോഴിയില്ലേ, ആ സാധനമാണിത്. മഞ്ഞ കളറായിരിക്കണത്. അതുങ്ങളൊക്കെ ഈ ലൈറ്റ് കണ്ട മക്കളെ, ഇതിനു വേണ്ടിയാണ് ഈ ബൾബ് ഉള്ളത്. അതായത് പണ്ടത്തെ ബൾബ് ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ബൾബ് ചൂട് കിട്ടാൻ വേണ്ടി, ഈ കോഴികൾക്കൊക്കെ ചൂട് കിട്ടാൻ വേണ്ടിയാണ് ആ ബൾബ് ഹോൾഡറിൽ കണിച്ച് വെക്കും, ഒരു 4-5 എണ്ണം. അതാണ് ആ ബോക്സ് ഇപ്പോൾ കണ്ടില്ലേ. കോൾബിൻ ചേട്ടൻ ഒരെണ്ണം പച്ച ശരിക്ക് ഇടിച്ച് പൊട്ടിച്ച് മക്കളെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ മക്കളെ ഇത്തിരി പണിപ്പെട്ട പച്ച ഒരുപാട് പണിയാണ് എടുക്കാൻ, പക്ഷേ കഴിക്കാൻ പറ്റിയില്ല മക്കളെ. നല്ല കട്ടപ്പുളിയായിരുന്നത്. അത് കണ്ട അതിൻ്റെ ഉള്ളിലത്തെ വിത്ത്, അതാണ് മക്കളെ പഴുക്കുമ്പോൾ കഴിക്കേണ്ടത്. വേറെ ലെവലാണ്. അപ്പം എൻ്റെ മക്കൾ ഇത് കണ്ടിട്ടുണ്ടായി. ഇത് പൗഡറാണ് മക്കളെ. പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്ന പൗഡർ ഇത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കോളേജിൻ്റെ കൂടെ